10A, there are 20 boys and 20 girls. In class 10B, there are 15 boys and 25 girls. One student is to be selected from each class. What is the probability of 1. Both being girls, 2. Both being boys, 3. One boy and one girl, 4. At least one boy. First question, both being girls. ആദ്യം നമുക്ക് ക്ലാസ് 10Aയിലും 10Bയിലും എത്ര കുട്ടികളുണ്ടെന്ന് നോക്കാം. ക്ലാസ് 10A ക്ലാസ് ഉണ്ട് 10A എന്ന് മാത്രം എഴുതാം. 10A 10B. അപ്പോൾ ഇവിടെ ഗേൾസും ബോയ്സിൻ്റെ എണ്ണമാണ് ഇവിടെ പറഞ്ഞത്. ക്ലാസ് 10Aയിൽ ദർ ആർ 20 ബോയ്സ്, 20 ഗേൾസ്. 10Aയിലെ ഗേൾസിൻ്റെ എണ്ണം 20 ഗേൾസ്, 20 ബോയ്സ് ആൻഡ് 20 ഗേൾസ് ആണ്, 20 ഗേൾസ്. ഇനി 10B, ബോയ്സ് ഈസ് 15 ആൻഡ് ഗേൾസ് ഈസ് 25, ബോയ്സ് 15 ആൻഡ് ഗേൾസ് 25. ദെൻ നമുക്ക് ടോട്ടൽ എടുക്കാം. ടോട്ടൽ ഈസ് ഈക്വൽ ടു 20 + 20 40, 25 + 15 40. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ പോസിബിൾ പെയേഴ്സ് എത്രയാണ് നോക്കാം. ആദ്യം ഫസ്റ്റ് പോസിബിൾ പെയേഴ്സ് ആണ്. പോസിബിൾ നമ്പർ ഓഫ് പെയേഴ്സ്, പോസിബിൾ നമ്പർ ഓഫ് പെയേഴ്സ് is equal to 40 into 40 is equal to 1600. 4 into 4 16. Then it 2 പൂജ്യം എടുക്കാം. ഓക്കെ, ദെൻ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ്. അപ്പോൾ ഇവിടെ ബോത്ത് ബീയിങ് ഗേൾസ് എന്ന് പറയുമ്പോൾ രണ്ട് ക്ലാസ്സിലെയും ഗേൾസിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എഴുതാം നമ്പർ ഓഫ് പെയേഴ്സ് both being girls is equal to number of pairs both being girls is equal to അപ്പോൾ ഗേൾസ് ക്ലാസ് 10Aയിൽ 20 ആണ്, ക്ലാസ് 10Bയിൽ 25 ആണ്. അപ്പോൾ 20 × 25, 25 × 2 50 is equal to 500. ദെൻ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ് എഴുതാം. പ്രോബബിലിറ്റിക്ക് നമുക്കങ്ങനെ പി ഇട്ടിട്ട് പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ് is equal to number of pairs of both being girls divided by total pair. 500 divided by 1600. രണ്ട് പൂജ്യം ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്താ ആൻസർ കിട്ടി? is equal to 5/16. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ 5/16. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു, ഇനി സെക്കൻഡ് ചെയ്യാം. സെക്കൻഡിലിവിടെ ക്വസ്റ്റ്യൻ എന്താണ്? ബോത്ത് ബീയിങ് ബോയ്സ്. അപ്പോൾ നമ്പർ ഓഫ് പെയേഴ്സ് ഓഫ് ബോത്ത് ബീയിങ് ബോയ്സ് എഴുതാം. നമ്പർ ഓഫ് പെയേഴ്സ് ഓഫ് ബോത്ത് ബീയിങ് ബോയ്സ് ഇസ് ഈക്വൽ ടു, രണ്ട് ക്ലാസ്സിലും ബോയ്സ് 20ഉം 15 ആണ്. അപ്പോൾ 20 × 15 അല്ലേ? ഓക്കെ, 20ഉം 15 ഇസ് ഈക്വൽ ടു 15 × 2 30, 300. ഓക്കെ, ഇനി പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ബോയ്സ് ഇസ് ഈക്വൽ ടു ബോയ്സിൻ്റെ പെയർ എടുക്കുക ഡിവൈഡഡ് ബൈ ടോട്ടൽ. 300 ഡിവൈഡഡ് ബൈ 1600 ആണ് ടോട്ടൽ. 1600 രണ്ട് പൂജ്യം ക്യാൻസൽ ചെയ്യുക. ആൻസർ ഈസ് ഈക്വൽ ടു 3/16. ഓക്കെ, ഇനി നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ ഈസ് 1 boy and 1 girl. 1 boy and 1 girl.
അപ്പോൾ 1 boy and 1 girl എന്ന് എടുക്കുന്ന സമയത്ത് നമ്മൾ പെയേഴ്സ് എടുക്കുന്ന സമയത്ത് നമ്പർ ഓഫ് പെയേഴ്സ് ഇൻ വിച്ച് one boy and one girl is equal to ഇവിടെ പേഴ്സ് എടുക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കുക. ക്ലാസ് 10A ബോയ്സ് എടുക്കുമ്പോൾ 10Bയിലെ ഗേൾസ് എടുക്കുക, അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ ക്ലാസ് 10A ഗേൾസ് എടുക്കുമ്പോൾ 10Bയിലെ ബോയ്സ് എടുക്കുക, അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, രണ്ടും കൂടെ പ്ലസ് ചെയ്യുക. അപ്പോൾ 20 × 25 പ്ലസ് 20 × 15 ഇസ് ഈക്വൽ ടു ഇവിടെ പ്ലസ് ഉണ്ട്, പ്ലസ് ഇസ് ഈക്വൽ ടു 20 × 25 25 × 2 50 500 പ്ലസ് 20 × 5 5 × 2 30 300 ഇസ് ഈക്വൽ ടു 800. ഇനി നമുക്ക് പ്രോബബിലിറ്റി ഓഫ് 1 boy and 1 girl 1 boy and 1 girl is equal to 800 divided by total 1600 ആണ്. 0 0 ക്യാൻസൽ ചെയ്തു. 8 16 2 times ആൻസർ ഈസ് 1/2. 8 16 2 times ആൻസർ ഈസ് 1/2. ഇനി അടുത്ത ക്വസ്റ്റ്യൻ അറ്റ്ലീസ്റ്റ് 1 boy എന്നാണ്. അറ്റ്ലീസ്റ്റ് 1 boy. അപ്പോൾ നമ്പർ ഓഫ് പെയേഴ്സ് വിച്ച് കണ്ടെയ്ൻ ഫോർത്ത് ക്വസ്റ്റ്യൻ നമ്പർ ഓഫ് പെയേഴ്സ് which contain at least one boy. At least one boy. അപ്പോൾ ഇവിടെ പെയേഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് എടുക്കേണ്ടത്? ബോയ്സ് അറ്റ്ലീസ്റ്റ് 1 boy എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ബോയ് എങ്കിലും വേണം. അപ്പോൾ ബോയ്സ് ഇൻറ്റു ഗേൾസ് ഇതേ തന്നെ ഫോളോ ചെയ്യുക. ബോയ്സ് ഇൻറ്റു ഗേൾസ്, പിന്നെ ഗേൾസ് ഇൻറ്റു ബോയ്സ്, ദെൻ ബോയ്സ് ഇൻറ്റു ബോയ്സ്. അറ്റ്ലീസ്റ്റ് 1 boy, ഒരു ബോയെങ്കിലും വേണം. 2 boy ആയാലും പ്രശ്നമില്ല, ഒരു ബോയെങ്കിലും വേണമെന്ന് പറയുമ്പം ബോയ്സ് ഇൻറ്റു ഗേൾസ്, ദെൻ ഗേൾസ് ഇൻറ്റു ബോയ്സ്, ദെൻ ബോയ്സ് ഇൻറ്റു ബോയ്സ്, ഇത് മൂന്നും കൂടെ പ്ലസ് ചെയ്യാം. അപ്പം നമുക്ക് എഴുതാം ബോയ്സ് ഇൻറ്റു ബോയ്സ് എന്ന് പറഞ്ഞാൽ 20 × 15 ആണ്. 20 × 15 ബോയ്സ് ഇൻറ്റു ബോയ്സ് 20 × 15. പിന്നെ ബോയ്സ് ഇൻറ്റു ഗേൾസ് രണ്ടെണ്ണം നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. പ്ലസ് 20 × 25 പ്ലസ് 20 × 15 ഇസ് ഈക്വൽ ടു 300 പ്ലസ് 25 × 2 500 പ്ലസ് 15 × 2 30 300 2 300 ഉണ്ട്. ഓക്കെ, is equal to 300 600 600 500 1100. Then probability of at least 1 boy is equal to 1100 divided by 1600. 0 0 cancel ചെയ്തു. is equal to 11/16. Answer is 11/16. ഓക്കെ, നമ്മുടെ ഈ പ്രോബ്ലം കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ആർക്കെങ്കിലും ഓൺലൈൻ ലൈവ് ട്യൂഷൻ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറാണ് 8921630134. ഓക്കെ.